ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയലിലേക്ക് നമുക്ക് ഡയറക്ട്ലി പോവാം. ഫസ്റ്റ് എഡിറ്റോറിയൽ മോർ ഫോർ മോർ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പറിൽ കാണും. ഹിന്ദുവിന് മാത്രമല്ല, എക്കണോമിക് ടൈംസ് ഒക്കെ എടുത്താൽ അതേ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസുകൾ. ആക്ച്വലി ഈ എഡിറ്റോറിയൽ അങ്ങനെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ബഡ്ജറ്റിന് ഭയങ്കര ത്രസ്റ്റ് കൊടുക്കുന്ന എഡിറ്റോറിയൽ അല്ല. ഇതിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് പൊളിറ്റിക്കലും ഒരു എക്കണോമിക്കലായിട്ടുള്ള ഒരു കാര്യം അതിൽ പറയുന്നുണ്ട്. ഈ ബഡ്ജറ്റ് നമുക്കറിയാം, നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 7th ബഡ്ജറ്റ് എന്ന് പറയുന്നത് മെയിൻലി അവരുടെ ത്രസ്റ്റ് അൺഎംപ്ലോയ്മെന്റിന് അഡ്രസ് ചെയ്യുക, അതൊരു ഡയറക്ട്ലി അഡ്രസ് ചെയ്തിട്ടുണ്ട്. സാധാരണ മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിഫറെന്റ് സെക്ടേഴ്സിൽ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അതിൽ നിന്ന് ജോബ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് അപ്രോച്ചാണ് ബഡ്ജറ്റുകളിൽ നിർമ്മല സീതാരാമൻ സ്വീകരിച്ചുകൊണ്ടത്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഇലക്ഷനിലൊക്കെ കുറെ റിവേഴ്സസ് ഒക്കെ BJPക്ക് ഉണ്ടായപ്പോൾ അവർക്കൊരു റീതിങ്കിങ് ഉണ്ടാവുകയും ബേസ്ഡ് ഓൺ ദാറ്റ് ഷീ ഇൻവെസ്റ്റഡ് ഡയറക്ട്ലി ഫോർ ജനറേറ്റിംഗ് എംപ്ലോയ്മെന്റ്. ഒരു 3-4 സ്കീംസ് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ അനൗൺസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ അഗ്രികൾച്ചറിൽ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച്, ഈ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള സീഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനോട്ടുള്ള കൂടുതൽ ഊന്നൽ കൊടുക്കുക. അത് ഒബ്വിയസ്ലി ഇത് വേണ്ടതാണ്. കാര്യം നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് ഇഷ്യൂ. അപ്പം നമ്മൾ മൺസൂണിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള സീഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭാവിയിൽ അത് വലിയ നഷ്ടം കർഷകന്മാർക്ക്, ഫാമേഴ്സിന് ഭയങ്കര ലോസസ് ഉണ്ടാകുന്നതിന് കാരണമാവും. നമ്മളുടെ ഫുഡ് സെക്യൂരിറ്റിയെ ബാധിക്കും നേഷൻ്റെ. അതുകൊണ്ടൊക്കെ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള കൂടുതൽ സീഡ്സ് ജനറേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഈ ഫാമിംഗ് സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറും വലിയ ത്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് സംസാരിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഈ മൗത്ത് അൾസർ വന്നു, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ടോളണം. ചില വാക്കുകൾ എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അത് രണ്ടാമത്തെ അഗ്രികൾച്ചർ, അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോബ് ജനറേഷൻ, പിന്നീട് അതുപോലെ വിമൻ സെൻട്രിക് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ, അതിനൊക്കെയാണ് കൂടുതൽ ത്രസ്റ്റ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ബഡ്ജറ്റിൽ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ബഡ്ജറ്റ് 2 സ്റ്റേറ്റുകൾക്ക് കൂടുതൽ അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ ഒരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. അത് നമുക്ക് അറിയാവുന്നതുമാണ്. ഒന്ന് ആന്ധ്രാപ്രദേശിനും രണ്ടാമത് ബീഹാറിനും. ഈ ആന്ധ്രാപ്രദേശും ബീഹാറും, Andhra Pradesh is not an economically backward state, but because of the bifurcation of Andhra Pradesh into 2 states, Residual Andhra and Telangana, they lost some major sources of revenue. അതുകൊണ്ടാണ് അതുകൊണ്ട് ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ടിന്റെ അകത്ത് തന്നെ കുറെ ബെനിഫിറ്റ്സ് അവർക്ക് കൊടുക്കുമായിരുന്നെന്ന് അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് പ്രോമിസ് ചെയ്തതാണ്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്, അതിന്റെ പേരിൽ ആന്ധ്രാപ്രദേശും പിന്നെ ബീഹാർ ഹിസ്റ്റോറിക്കലി കുറെ കാരണങ്ങൾ കൊണ്ട് ബാക്ക്വേർഡ്, അത് ഒന്ന് പൂർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് തന്നെയാണ് മെയിൻ വിഷയം. അതുകൊണ്ട് വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ 2 സ്റ്റേറ്റുകൾ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ cannot be given to these 2 states because they are not fitting that eligibility criteria specified for getting the special category status. അത് ഹില്ലി സ്റ്റേറ്റുകൾക്കും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ ട്രൈബൽ പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുത്തില്ലെങ്കിലും അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് ഫോഴ്സ്ഡ് ആയി. കാരണം എന്താണ്? ഇറ്റ്സ് എ കോalition ഗവൺമെന്റ്. നൗ BJP is short of majority and they are dependent heavily on Chandrababu Naidu and നിതീഷ് കുമാർ. അപ്പോ ഏതാണ്ട് 59,000 കോടി രൂപയാണ് ബീഹാറിന് ഒറ്റയ്ക്ക് കിട്ടിയത്. അതിൽ 26,000 crore ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്, 21,400 crore ഒരു 2,400 മെഗാവാട്ടിന്റെ പവർ പ്ലാന്റ് ഉണ്ടാക്കുന്നതിന്, 11,500 crore അവിടുത്തെ ഇറിഗേഷൻ, അതുപോലെ ഫ്ലഡ് മിറ്റിഗേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്. സോ നിതീഷ് ഈസ് സാറ്റിസ്ഫൈഡ്, ഹീസ് ഹാപ്പി, ഹീസ് ഹെയിലിംഗ് ദ ബഡ്ജറ്റ്. അതേസമയത്ത് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടത് 1 lakh crore ആണ് ആന്ധ്രാപ്രദേശിന്റെ ഡെവലപ്മെന്റൽ നീഡ്സിന്. പക്ഷേ 15,000 crores ഡയറക്ട്ലി കൊടുത്തു ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റലായ അമരാവതിയുടെ കൺസ്ട്രക്ഷന്. വേണ്ടി 15,000 crore. അവിടെ നിന്നില്ല. പോളവാരം എന്ന് പറയുന്ന ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ഉണ്ട്. അത് ഗോദാവരി റിവറിലാണ്. അതിന് നാഷണൽ പ്രോജക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഗുണം എന്താണെന്ന് അറിയാമോ? കംപ്ലീറ്റ് ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. നാഷണൽ പ്രോജക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ. അല്ലാതെ സാധാരണ എല്ലാ പ്രോജക്റ്റുകളും സ്റ്റേറ്റിന്റെ ഫണ്ടിങ്ങും സെൻട്രലിന്റെ ഫണ്ടിങ്ങും കൂടി ചേർത്തായിരിക്കും. അപ്പം നാഷണൽ പ്രോജക്റ്റ് ആയിട്ട് അത് മുമ്പേ ഡിക്ലെയർ ചെയ്തതാണ്. അതിന്റെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ കൂടുതൽ ഫാസ്റ്റർ ആക്കും എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്.
അത് ഇങ്ങനെയൊക്കെ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും ഫോമർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് NDA ആണ്. പക്ഷേ they ditched the alliances. They ditched the NDA alliance previously because of lack of alleged secular credentials of പറഞ്ഞില്ലേ ഈ സംസാരിക്കുമ്പോൾ പല വാക്കും വരുന്നില്ല. സെക്യുലർ ക്രെഡൻഷ്യൽസ് ഓഫ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാണ് നിതീഷ് കുമാർ അവർക്ക് ഡിച്ച് ചെയ്തത് NDA. ചന്ദ്രബാബു നായിഡു വേറെ ചില റീസൺസ് കൊണ്ട് NDA ഡിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പേടി BJPക്ക് ഉണ്ട്. അതൊക്കെ കൊണ്ട് അവർക്ക് ആവശ്യം പോലെ കിട്ടി. പക്ഷേ അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് ആക്ച്വലി ദിസ് അലോക്കേഷൻ ഫോർ ആന്ധ്രാപ്രദേശ് ആൻഡ് ബീഹാർ ഈസ് ജസ്റ്റിഫൈഡ് എന്ന് തന്നെയാണ് ഹിന്ദു പറയുന്നത്. ജസ്റ്റിഫൈഡ് ആണ് ബിക്കോസ് ഇവരുടെ ഡെറ്റ് ടു GDP റേഷ്യോ ഒക്കെ ഭയങ്കര പുവർ ആണ്. അതിന്റെ കാരണം ആന്ധ്രാപ്രദേശിന് ഞാൻ പറഞ്ഞു, അവരുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ആയ ഹൈദരാബാദ് അവർക്ക് നഷ്ടപ്പെട്ടു ആഫ്റ്റർ ദ ബൈഫർക്കേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ്. ബീഹാറിന്റെ കാര്യം പറയണ്ട, പല പല കാരണങ്ങൾ കൊണ്ട് ഡെക്കേഡ്സ് ടുഗദറായിട്ട് അവർ ബീമാരു സ്റ്റേറ്റുകളിൽ ഒരെണ്ണമാണ്. അപ്പൊ അതുകൊണ്ട് ഈ അലോക്കേഷൻ ജസ്റ്റിഫൈഡ് ആണ്, അതിൽ നമുക്കൊരു കംപ്ലൈന്റും ഇല്ല. പക്ഷേ രാജ്യത്തിന്റെ എക്കണോമിക് റിസോഴ്സസ് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്ത സമയത്ത് മറ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റുകളിലെ പല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്കും BJPയുടെ ഈ ബഡ്ജറ്റിൽ, BJPയുടെ ബഡ്ജറ്റില്ല ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ വലിയ പരിഗണന കിട്ടിയില്ല. അത് പ്രതിഷേധാർഹമാണെന്നാണ് പറഞ്ഞത്. എക്സാമ്പിൾ പറഞ്ഞു, ഒന്ന് നമ്മളെ കേരളത്തിൽ തന്നെ വിഴിഞ്ഞം പ്രോജക്ട്, പിന്നെ മുംബൈയിലെ മെട്രോ റെയിൽവേ പ്രോജക്ട്, ചെന്നൈയിലെ മെട്രോ റെയിൽവേ പ്രോജക്ട്, ഇതുപോലുള്ള ഇതെല്ലാം എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. പക്ഷെ എന്ന് കരുതി അവരെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് ഗ്ലോബൽ എക്കണോമിക് പവർ ഹൗസസ് ആയിട്ട് വളരാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റേറ്റുകളാണ്. തമിഴ്നാടും മഹാരാഷ്ട്രയൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് അടുത്ത 4-5 വർഷം കൊണ്ട് അവർ 1 ട്രില്യൺ എക്കോണമി ആയിട്ട് അവർക്ക് വളരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. 1 ട്രില്യൺ എക്കോണമി ആയിട്ട് അവർ വളർന്നുള്ള ഗുണം എന്താണ്? ഇന്ത്യ $5 ട്രില്യൺ എക്കോണമി ആയിട്ട് വളരാൻ പോവുകയാണ്. അപ്പൊ ഈ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകൾ അവരവരുടെ നിലയിൽ $1 ട്രില്യൺ എക്കോണമി ആയിട്ട് UP പറഞ്ഞിട്ടുണ്ട്, മഹാരാഷ്ട്ര പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട് പറഞ്ഞിട്ടുണ്ട്, കർണാടക പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം വളർന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് $10 ട്രില്യൺ എക്കോണമി ആയിട്ട് പെട്ടെന്ന് മാറാൻ പറ്റും. അപ്പൊ ഈ സ്റ്റേറ്റുകളിലേക്കാണ് അവർ എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് കൂടുതൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടത്, കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള പുതിയ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടത്. അപ്പൊ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പം അതിന് സെൻട്രൽ അസിസ്റ്റൻസ് വേണം. അപ്പൊ അതുകൊണ്ട് ഡെവലപ്ഡ് സ്റ്റേറ്റ്സുകൾ ഡെവലപ്ഡ് ആണ്. സോ നമുക്ക് അവരുടെ നെസസിറ്റീസ്, അവരുടെ റിക്വസ്റ്റുകൾ നമുക്ക് പിന്നീട് എന്താ പറയുക നെഗ്ലക്ട് ചെയ്യാം എന്ന് കരുതുന്ന ഒരു നല്ല സമീപനം അല്ല എന്നാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് സ്പോർട്ടിംഗ് എക്സ്ട്രാവഗൻസ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. സ്പോർട്ടിംഗ് എക്സ്ട്രാവഗൻസ അതെന്തിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് പറഞ്ഞിട്ട് പോകാം. പാരീസ് ഒളിമ്പിക്സ് അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പാരീസ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി അതിന്റെ ഫുട്ബോൾ പോലുള്ള അല്ലെങ്കിൽ ആർച്ചറി ഒക്കെ പോലുള്ള ഈവന്റ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പാരീസ് ഒളിമ്പിക്സിന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ ഇന്നാണ്. അപ്പോ ഈ ഇപ്പോഴത്തെ ഒളിമ്പിക്സിന് ചില പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒളിമ്പിക്സ് 2020 നടക്കേണ്ടത് 2021 നടന്നത് ബിക്കോസ് ഓഫ് ദ കോവിഡ് പാൻഡമിക് existed all over the world at that time. In 2020 it was actually in a very എന്താ പറയുക പ്രോബ്ലമാറ്റിക് വേ. ഇറ്റ് വാസ് സ്പ്രെഡിങ് ടു ഓൾ ഓവർ ദ വേൾഡ്. പക്ഷെ 21 ഒക്കെ ആയപ്പോൾ കുറഞ്ഞു. അപ്പോഴത്തേക്ക് 21 സ്ട്രിക്റ്റ് കോവിഡ് പ്രോട്ടോകോളിൽ ടോക്കിയോയിൽ ആ ഒരു സംഭവം നടത്തി. പക്ഷെ ഇപ്പം കോവിഡിന്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ടെങ്കിലും ഒരുവിധമൊക്കെ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തിക്കുന്ന സംഗതി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഉണ്ട് നമ്മളുടെ അത്ലറ്റുകൾക്കും ഒക്കെ. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ ഒളിമ്പിക്സിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. റഷ്യ ബാൻഡ് ആണ് ഫ്രം ഒളിമ്പിക്സ് ബിക്കോസ് ഓഫ് ദി ഇൻവേഷൻ ഓഫ് യുക്രൈൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ വെസ്റ്റേൺ വേൾഡിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. റഷ്യയെ യുക്രൈനെ ഇൻവേഡ് ചെയ്തതിന്റെ പേരിൽ മാറ്റി നിർത്തുമ്പോൾ പലസ്തീനില് ഇത്രയും വലിയ അറ്റാക്ക് നടത്തി കില്ലിങ്സ് ഒത്തിരി നടത്തിയ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രായേലിനെ മാറ്റി നിർത്തുന്നില്ലെന്ന് മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇന്നലെ അമേരിക്കയുടെ കോൺഗ്രസ്സിൽ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കക്കാർ ഇൻവൈറ്റ് ചെയ്യുകയും ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ അമേരിക്കൻ കോൺഗ്രസിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ, ഇതാണ് പൊതുവെ വെസ്റ്റേൺ വേൾഡിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എന്തായാലും റഷ്യൻസിന് ഇതിൽ ടീം ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇൻഡിവിജ്വൽ ഇവന്റ്സിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ അണ്ടർ എ ന്യൂട്രൽ ബാനർ, റഷ്യയുടെ ഫ്ലാഗ് ഉപയോഗിച്ച് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ ഒളിമ്പിക്സിന്റെ പ്രത്യേകത. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാലസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യം ഒരു രാജ്യമല്ല, ഒരു പ്രദേശം
ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ അത്ലറ്റുകളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒളിമ്പിക്സിൽ എല്ലാ തവണത്തെയും പോലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ, പരസ്പരം കോമ്പീറ്റ് ചെയ്ത് ഒളിമ്പിക്സ് സുപ്രീമസി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ ഒബ്വിയസ്ലി USA-യും ചൈനയും തന്നെയാണ്. കഴിഞ്ഞ കുറെ ഒളിമ്പിക്സ് ആയിട്ട് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. US-ന്റെ അത്ലറ്റുകൾക്ക് കിട്ടുന്ന അതേ ഓപ്പർച്യൂണിറ്റി ഒളിമ്പിക്സിൽ ഫിജി എന്ന് പറയുന്നൊരു സാധാരണ ഒരു കുഞ്ഞൻ ഐലൻഡ് നേഷന്റെ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ബാർബഡോസ് എന്ന് പറഞ്ഞ അല്ല ജമൈക്ക എന്ന് പറഞ്ഞ ചെറിയ കുഞ്ഞൻ രാജ്യത്ത് നിന്ന് ഉസൈൻ ബോൾട്ട് റെക്കോർഡുകൾ സൃഷ്ടിച്ചത് ഒളിമ്പിക്സ് വേദികളിലാണ്, അത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒളിമ്പിക്സിൽ വന്ന് നമ്മൾ മെഡൽ നേടിയില്ലെങ്കിലും ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ തന്നെ നമ്മളുടെ പേരിനൊപ്പം ഒളിമ്പ്യൻ എന്നുള്ളൊരു പേര് കൂട്ടിച്ചേർക്കും. നമ്മളുടെ മരണം വരെ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും അതൊരു വലിയ സംഭവമാണ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടാൻ സാധ്യതയുള്ളത് ഈ അത്ലറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ സ്പോർട്സ് ഫീൽഡിലെ ജയന്റുകളായ USA-യും ചൈനയ്ക്കും ഒപ്പം ഓസ്ട്രേലിയയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെയാണ്, അല്ലെങ്കിൽ ജപ്പാനും ഒക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. അതേ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഉസൈൻ ബോൾട്ടിനെ പോലുള്ള ആൾക്കാർ ചില കുഞ്ഞൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന് അവരും അവരുടേതായ രീതിയിൽ ഗ്ലോറി അച്ചീവ് ചെയ്യുന്നതും ഒളിമ്പിക്സിലാണ്. പിന്നെ റാഫേൽ നദാലൊക്കെ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. കാർലോസ് അൽക്കാരസ് ടെന്നീസിലെ ഇപ്പം എമർജിംഗ് പ്ലെയർ അവരെല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യ ഏതാണ്ട് 204 കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ വളരെ വലിയ ഹോപ്പുമായിട്ടാണ് ഈ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ലാസ്റ്റ് ടൈം ഇൻ ടോക്കിയോ വി വൺ 7 medals including 1 gold medal from athletics. That was the first gold medal India won from Olympic athletics field. That was won by Neeraj Chopra in javelin. Now India wants to get a 2-digit tally from this Paris Olympics because never India won a 2-digit tally medals from Olympics. 7 ആണ് നമ്മളുടെ ലാസ്റ്റ് അല്ല മാക്സിമം. അപ്പോൾ അത് 10 ആക്കി മാറ്റിയാൽ 2-digit ടാലി ആക്കുള്ളൂ. അത് PT ഉഷയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഇപ്രാവശ്യം ഒളിമ്പിക്സിന് തയ്യാറെടുക്കുന്നത്. PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ IOAയുടെ പ്രസിഡന്റ്. ഇതൊക്കെ തന്നെയാണ്, അത് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം, ആർട്ടിക്കിള് ദ ജിയോ കാൽക്കുലസ് ഓഫ് ദ മോസ്കോ വിസിറ്റ്, ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ദ ജിയോ കാൽക്കുലസ് ഓഫ് ദ മോസ്കോ വിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് റഷ്യയിലേക്ക് നരേന്ദ്രമോദി നടത്തിയ വിസിറ്റ്, ആ വിസിറ്റ് ഉയർത്തിയ പ്രശ്നങ്ങളുടെ ഡസ്റ്റ് ഇപ്പോഴും സെറ്റിൽ ആയിട്ടില്ല. ഇന്നലെയും US-ന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ നരേന്ദ്രമോദിയുടെ വിസിറ്റിന്റെ ടൈമിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സുഹാസിനി ഹൈദർ എന്ന് പറയുന്ന ഹിന്ദുവിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോറിൻ അഫയേഴ്സ് റിലേറ്റഡ് കോളമിസ്റ്റ് ഇതിനെ അനലൈസ് ചെയ്തിരിക്കുകയാണ്. മോഡിയുടെ ടൈമിംഗ്, ഈ റഷ്യയിലേക്ക് പോയ ടൈമിംഗ് ഞാൻ പറയാം. ഇതിൽ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിത് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം, ഈ നാറ്റോ സമ്മിറ്റ് നടന്ന സമയത്താണ്, നാറ്റോയുടെ 75th ആനിവേഴ്സറി സമ്മിറ്റ് നടന്ന സമയത്താണ് മോഡി ഇതിന് പോയത് എന്നുള്ളത് നാറ്റോയെ ഭയങ്കരമായിട്ട് എംബാരസിങ് സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചു. അതേ സമയത്ത് തന്നെ റഷ്യ യുക്രൈനിൽ ഒരു ചിൽഡ്രൻ ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്തു. ഒരുപാട് കുട്ടികളും അമ്മമാരും ഒക്കെ മരിക്കുകയൊക്കെ ചെയ്തു. ആ ദിവസമാണ് മോഡി റഷ്യയിൽ ലാൻഡ് ചെയ്തത്. അതൊക്കെ വെസ്റ്റേൺ വേൾഡിന്, എസ്പെഷ്യലി അമേരിക്കയെ വളരെ എംബാരസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയുടെ റഷ്യൻ എംബ്രാസിനോട് ഒരു താല്പര്യക്കുറവ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചു. പക്ഷെ എന്തുകൊണ്ട് മോഡി ഈ ടൈം തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യങ്ങൾ ഇത് വിശദമാക്കുന്നുണ്ട്. ഒരു കാര്യം, നരേന്ദ്രമോദി കഴിഞ്ഞ 2 years റഷ്യ യുക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്ത 2 years ഇന്ത്യ റഷ്യ സമ്മിറ്റ് പോലും, ബയലാറ്ററൽ സമ്മിറ്റ് എല്ലാ വർഷവും നടത്താറുണ്ട്, അതുപോലും 2 വർഷത്തേക്ക് നടത്തിയില്ല. കാര്യം, ഈ യുദ്ധത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതിനെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. ആദ്യത്തെ 2 വർഷം റഷ്യക്ക് റിവേഴ്സസ് ആണ് യുദ്ധത്തിൽ ഉണ്ടായത്. അവർക്ക് അൺയൂഷ്വലി ഹൈ ആയിട്ടുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായി. അവർക്ക് പ്രതീക്ഷിച്ച അഡ്വാൻസ്മെന്റ് യുക്രൈനിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. അവർക്ക് വെസ്റ്റേൺ സാങ്ഷൻസ് നേരിട്ട് അവർ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു വേൾഡിൽ. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ റഷ്യ ഈസ് കൺസോളിഡേറ്റിംഗ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ വാർ സോൺ ഇൻ യുക്രൈൻ ആൻഡ് അവര് കുറെ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തു. ആ പ്രദേശങ്ങളിൽ ഡോമിനൻസ് റഷ്യക്കാണ്. ആക്ച്വലി ദേ ഇൻകോർപ്പറേറ്റഡ് ദോസ് ടെറിട്ടറീസ് ക്യാപ്ചേർഡ് ഫ്രം യുക്രൈൻ ഇൻ ടു റഷ്യൻ ടെറിട്ടറീസ് ആൻഡ് ആ ഒരു പൊസിഷൻ അവർക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്കണോമിക് സാങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും റഷ്യ
അവരുടെ എക്കോണമിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം ചേർന്ന് പീസ് കോൺഫറൻസുകൾ ഇപ്പം സ്വിറ്റ്സർലൻഡിലൊക്കെ ഈയിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു, സെക്രട്ടറി ലെവലിൽ, അല്ലാതെ പൊളിറ്റിക്കൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അപ്പൊ ഈ പീസ് കോൺഫറൻസുകളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഭാവിയിൽ വേറൊരു കാര്യം കൂടി ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ത്യക്ക് അറിയാമായിരുന്നു ഇപ്പം ജോയ് ബൈഡൻ ഒന്നും പിന്മാറിയില്ലെങ്കിലും, ഇപ്പൊ കമലാ ഹാരിസ് ആണ് ഇപ്പൊ ട്രംപിന്റെ എതിരാളിയായിട്ട് വരാൻ പോണത്. ജോയ് ബൈഡൻ പിന്മാറിയില്ലെങ്കിലും ജോയ് ബൈഡൻ ഇലക്ഷനിൽ തോക്കുമെന്നും നവംബറിൽ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വരുമെന്നും അറിയായിരുന്നു. ട്രംപ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിലേക്കുള്ള ഫണ്ടിങ് അമേരിക്ക നിർത്തും എന്നും ആ യുദ്ധം അവസാനിപ്പിക്കുമെന്നും. അപ്പൊ ആ യുദ്ധം ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ യുക്രൈനിന്റെ മുകളിലൊരു എഗ്രിമെന്റ് അടിച്ചേൽപ്പിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഈ എന്താ പറയുന്ന ഒരു എഗ്രിമെന്റ് വന്നാലും റഷ്യക്ക് അത് ഫേവറബിൾ ഒന്നും ആയിരിക്കത്തില്ല. റഷ്യക്കെതിരെയുള്ള സാങ്ഷൻസ് ഒക്കെ മുന്നോട്ട് തന്നെ പോകാനാണ് സാധ്യത. പക്ഷെ സ്റ്റിൽ റഷ്യ ഇപ്പോൾ ആ യുദ്ധത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന അഡ്വാൻസ്മെന്റുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു എഗ്രിമെന്റിനായിരിക്കും സാധ്യത. പ്രത്യേകിച്ച് പ്രോ പുടിൻ ആയിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും ട്രംപ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈം ഇന്ത്യ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ഇതിനൊപ്പം മറ്റ് ചില കാര്യങ്ങളും ഉണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് 2-3 ഭാഗങ്ങളായിട്ടാണ് ഇതിന് അവർ വച്ചിരിക്കുന്നത്. അപ്പം ഇതിന് വേറൊരു ഇതുള്ളതെന്ന് വെച്ചാല് ഇന്ത്യക്ക് റഷ്യയെ ചൈനയിൽ നിന്ന് കീപ്പിംഗ് റഷ്യ ഫ്രം ചൈന എന്നൊരു സംഭവം അതിൽ പറയുന്നുണ്ട്. ഇന്ത്യക്ക് റഷ്യയെ ചൈനയോട് ഇപ്പം അങ്ങേയറ്റം അടുത്ത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് റഷ്യക്ക്. അപ്പൊ പൂർണ്ണമായിട്ടും റഷ്യയെ ചൈനയുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ ഒപ്പം ഇന്ത്യയുടെയും കൂടെ പങ്കാളിയായിട്ട് മുമ്പ് എങ്ങനെയായിരുന്നു ഇന്ത്യക്ക് റഷ്യയായിട്ടുള്ള സൗഹൃദം, അത് നിലനിർത്തി മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് ഭയങ്കര താല്പര്യമാണ്. അതിന്റെ കാരണങ്ങളുണ്ട്. ഒന്ന്, LACയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ചൈന നടത്തുന്ന അഗ്രഷൻസ്. ആ അഗ്രഷൻസിന്റെ സമയത്ത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെറ്റ് ചൈനയാണ്. അപ്പൊ ആ ചൈനയോടൊപ്പം നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യം അവരുമായിട്ട് ജെല്ലായി നിൽക്കുമ്പം നമുക്ക് കൂടുതൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ സെക്യൂരിറ്റി കൺസേൺസിന്റെ കാര്യത്തിൽ ഈ അമേരിക്കയും മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളും വലിയ ശ്രദ്ധ പുലർത്തുന്നില്ല എന്നൊരു തോന്നൽ ഇന്ത്യക്ക് ഉണ്ടായി തുടങ്ങി. അതിന് കാരണം ഈ ക്വാഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് US ഉണ്ടാക്കിയാണ് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഹെഗിമണിയെ എതിരിടാനെന്ന് പറഞ്ഞു. ആ ക്വാഡ് ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും USA ആണ്. പക്ഷേ അതിനുശേഷം എന്ത് ചെയ്തു USA എന്ന് ചോദിച്ചാൽ, ഈ ക്വാഡ് ഇപ്പൊ ഇന്ത്യ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ക്വാഡ് രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് ഒക്കെ റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ച് ഇവിടെ വെച്ച് നടത്താൻ ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് അതൊന്നും ഇനി പറഞ്ഞില്ല, ഞാൻ പറയുന്നതാണ്. ജോയ് ബൈഡൻ പക്ഷേ അതിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. അതിന്റെ കാരണമായിട്ട് അദ്ദേഹം ഷെഡ്യൂളിംഗ് ഡിഫിക്കൽറ്റിയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതല്ലാന്ന് ഏതാണ്ട് ഇന്ത്യക്ക് അറിയാം. കാരണം ഗുരുബന്ത്വന്ത് സിംഗ് പന്നുൻ എന്ന് പറയുന്ന സിഖ് തീവ്രവാദിയെ അവിടെ വെച്ച് അസാസിനേറ്റ് ചെയ്യാൻ ഇന്ത്യ ഏജൻസീസ് ശ്രമിച്ചു എന്ന് അവർ പറയുന്ന ശരിയായിരിക്കാം. അയാൾ അമേരിക്കൻ സിറ്റിസൺ ആയതുകൊണ്ട് ഇന്ത്യയുടെ സെക്യൂരിറ്റി ത്രെട്ടുള്ള ഇന്ത്യ പരസ്യമായിട്ട് ഇന്ത്യയുടെ സോവറിനിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഈ തീവ്രവാദിയെ അവര് ഹ്യൂമൻ റൈറ്റ്സിന്റെ പേരിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് അവർ നമ്മളുടെ മുന്നിൽ കാണിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഒരു വലിയ അലയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ അലയായ ഇസ്രായേലിനോടോ ജപ്പാനോടോ സൗത്ത് കൊറിയയോടോ മറ്റ് നാറ്റോ നേഷൻസിനോടോ ഈ കാര്യത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഇപ്പം വെസ്റ്റേൺ എസ്പെഷ്യലി ഇപ്പൊ ഗ്ലോബൽ നോർത്ത് നേഷൻസ് ഒക്കെ ആണെങ്കിൽ, അതായത് ഡെവലപ്ഡ് നേഷൻസ് പ്രത്യേകിച്ച് വെസ്റ്റേൺ നേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ USA അവർക്കൊപ്പേ നിൽക്കുള്ളൂ. ഇസ്രായേൽ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവർക്കൊപ്പേ നിൽക്കുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള മനുഷ്യൻ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ ശ്രമിക്കാതെ അതിനെ എസ്കലേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. അപ്പം അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്, അതിലുള്ള അതൃപ്തി കൊണ്ടാണ് ഈ ബൈഡൻ ഇന്ത്യയുടെ കോഡ് സമ്മിറ്റ് ഇന്ത്യയിലെ ഈ റിപ്പബ്ലിക് ഡേയുടെ സമയത്ത് ഷെഡ്യൂൾ ചെയ്തിട്ട് അതിൽ ഷെഡ്യൂളിംഗ് ഡിഫിക്കൽട്ടീസ് പറഞ്ഞ് പങ്കെടുക്കാതിരുന്നെന്നാണ് പറയുന്നു. ഒപ്പം ഇന്ത്യക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയുടെ ബൗണ്ടറിലുള്ള രാജ്യമായ ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇപ്പോൾ റീഇലക്ട് ചെയ്യപ്പെട്ടു. ഷെയ്ഖ് ഹസീന വന്നതിന് ശേഷമാണ് ആ ഒരു ബോർഡർ ഏരിയയിൽ ഇന്ത്യയുടെ തലവേദന കുറഞ്ഞത്. അല്ലെങ്കിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ബീഗം ഖാലിദാസിയ എന്ന് പറയുന്ന ലീഡർ അവിടെ ഭരിച്ചിരുന്നു. അവരിപ്പോൾ ജയിലിലാണ്. അവർ ഭരിക്കുന്ന സമയത്ത് എപ്പോഴും ഇന്ത്യക്ക് തീവ്രവാദ പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നു. ആന്റി ഇന്ത്യ ഫീലിങ്സ് അവിടെ ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഭയങ്കര മിടുക്കിയായിരുന്നു. ഓക്കെ, അപ്പം ഇന്ത്യയുടെ സുഹൃത്തായിട്ടുള്ള ഒരു
പ്രധാനമന്ത്രി അവളെ റീഇലക്ട് ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ റീഇലക്ഷന്റെ ലെജിറ്റിമസി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അവർക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നവരെ ത്രട്ടൺ ചെയ്ത രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയുടെ കൺസേൺസ് കൺസിഡർ ചെയ്യാതെ ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് വരണം എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര ഏറ്റവും വലിയ ആവശ്യത. അപ്പൊ ഇന്ത്യയുടെ അലി എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യക്ക് ഏതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം ഇന്ത്യയുടെ മനസ്സിലുണ്ട്. അപ്പൊ ഈ ചൈന ത്രട്ട് എന്ന് പറയുന്ന സംഭവം മുന്നിൽ നിൽക്കുമ്പോൾ ഈ ക്വാഡിന് കൂടുതൽ ഊന്നൽ കൊടുക്കാതെ അവർ ക്വാഡ് പ്ലസ് എന്ന് പറഞ്ഞൊക്കെ സംഗതികൾ രൂപീകരിച്ചിട്ട് ഈ നാറ്റോ മീറ്റിങ്ങിനൊപ്പം തന്നെ സൗത്ത് കൊറിയയ്ക്ക് അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളൊക്കെ ന്യൂസിലാൻഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് ക്വാഡ് പ്ലസിന്റെ മീറ്റിംഗ് മറ്റു കാര്യങ്ങളെ അവർ ചെയ്തത്. അപ്പൊ അവർ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അമേരിക്കയോട് കാണിക്കണമായിരുന്നു, നിങ്ങൾ എന്തോ കാണിക്ക്, നമുക്ക് വേറെ ഓപ്ഷൻസ് നമ്മളുടെ മുന്നിലുണ്ടെന്ന്. അതും ഒരു കാര്യമാണ് മോഡി ഈ സമയത്ത് തന്നെ റഷ്യ വിസിറ്റ് ചെയ്യാൻ. ഒപ്പം മോഡി ഈ ചൈനയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ചൈനയുടെ പ്രസിഡന്റ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം കസാക്കിസ്ഥാനിൽ നടന്ന SCO മീറ്റിംഗിൽ, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗിൽ, SCO മീറ്റിംഗിൽ മോഡി പങ്കെടുത്തില്ല. ബിക്കോസ് ഹി ഡസന്റ് വാണ്ട് ടു have a photo op with the Chinese president, but at the same time India wants to embrace Russia. അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് സ്കിപ്പ് ചെയ്ത്, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് സ്കിപ്പ് ചെയ്തതിന്റെ നെക്സ്റ്റ് 2 days കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോഡി റഷ്യയിലെത്തി റഷ്യൻ പ്രൈം മിനിസ്റ്ററിനെ ആശ്ലേഷിക്കുന്ന ഫോട്ടോകൾ ലോകത്തിന് മുന്നിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ സ്ട്രാറ്റജി പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ എക്കണോമിക് ആയിട്ടുള്ള കുറച്ച് റീസൺസും ഉണ്ട് ഇന്ത്യക്ക് റഷ്യയെ പുൽകാൻ. അതിലൊരു കാര്യം, ഇന്ത്യക്കും റഷ്യക്കും ഇടയിലുള്ള ട്രേഡ് വെറും $5 ബില്യൺ മാത്രമായിരുന്നു റഷ്യ യുക്രൈൻ വാറിന് മുമ്പ്. $5 ബില്യൺ. ഇതിപ്പോ $64 ബില്യൺ ആയിട്ട് വളർന്നു. അതിന്റെ കാര്യം, ഇന്ത്യക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ടിൽ ഓയിൽ കിട്ടുന്നുണ്ട്. റഷ്യ സാങ്ഷൻസ്, മറ്റ് രാജ്യങ്ങൾ ഈ വെസ്റ്റേൺ വേൾഡിലൊക്കെ സാങ്ഷൻസ് നേരിടുന്നതുകൊണ്ട് അവർ ഇന്ത്യക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ ഓയിൽ തന്ന് അവർക്ക് ഇപ്പം വരുമാനം നേടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പണ്ട് ജർമ്മനിക്കും ഫ്രാൻസിനൊക്കെ അത് വിറ്റുകൊണ്ടിരുന്നു. അവർക്കിപ്പോൾ വാങ്ങാൻ പറ്റില്ല, സാങ്ഷൻസ് ഉപരോധങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഡിസ്കൗണ്ട് റേറ്റ് തരുന്നുണ്ട്. അപ്പൊ ഈ യുദ്ധം കഴിഞ്ഞാലും റഷ്യക്കെതിരെയുള്ള സാങ്ഷൻസ് നിലനിൽക്കും എന്ന് ഇന്ത്യക്ക് ഉറപ്പാണ്. അപ്പൊ ഈ ഡിസ്കൗണ്ട് റേറ്റിൽ ഇന്ത്യക്ക് ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ കിട്ടുന്നത് ഇനിയും കുറേ കാലം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. $16 ബില്യൺ ലാഭം. $16 ബില്യൺ എന്ന് പറഞ്ഞാൽ അതിനൊരു 8,000 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഏതാണ്ട് 128 crore ഇന്ത്യൻ രൂപയുടെ ലാഭമാണ് ഇന്ത്യക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതുകൊണ്ട് ഉണ്ടായെന്നാണ് പറയുന്നത്. $16 ബില്യൺ. അപ്പം സ്വാഭാവികമായിട്ട് ഇനി നമുക്ക് ആ ലാഭം വേണം. ഒപ്പം ഇന്ത്യയുടെ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പല എക്യുപ്മെന്റ്സും എല്ലാം റഷ്യയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ റഷ്യ യുക്രൈൻ വാർ മൂലം അതിന്റെ ഡെലിവറിയിലൊക്കെ കുറച്ച് കാലതാമസം നേരിട്ടു. അപ്പൊ ഫ്യൂച്ചറിലും നമുക്ക് അത് അവരിൽ നിന്ന് ഇപ്പം മോഡി വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം കുറെ എത്രയോ മിസൈൽസ് ഒക്കെ ഇപ്പം ഇന്ത്യക്ക് അവർ സപ്ലൈ ചെയ്യാൻ പോയാണ്. അപ്പൊ അതൊന്ന് ഫാസ്റ്റർ ആക്കുക. അപ്പൊ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റഷ്യക്ക് ഇന്ത്യക്കോടുള്ള ട്രേഡ് കൂടിയെന്ന് പറഞ്ഞു. പക്ഷേ there is trade imbalance. റഷ്യ നമുക്ക് ഇങ്ങോട്ട് ഓയിൽ തരുന്നതുകൊണ്ടാണ് ഇത്രയും ട്രേഡ് കൂടിയത്. നമ്മൾ അങ്ങോട്ട് ഇനി കുറെ കാര്യങ്ങൾ കൊടുക്കണം, എന്നാലേ നമുക്ക് ആ ട്രേഡ് ഇംബാലൻസ് കുറയ്ക്കാൻ പറ്റൂ. അതിന് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഈ വ്ളാഡിവോസ്റ്റോക്ക് റഷ്യയിലാണ്, അവിടുത്തെ പോർട്ടും ചെന്നൈ പോർട്ടും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റ് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമ്മളുടെ ഒരുപാട് കൊമോഡിറ്റീസ് അവർക്ക് വിൽക്കാൻ പറ്റും. അത് വേറൊരു കാര്യം. പിന്നെ ഈ ട്രേഡ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, നിങ്ങളുടെ ഡോളർ ടേംസിലാണ് ഈ ട്രേഡ് സാധാരണ വേൾഡിൽ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ റഷ്യക്ക് ഡോളർ ടേംസിൽ ഇത് വാങ്ങാൻ പറ്റൂല. കാര്യം എന്താണ്, അമേരിക്കക്ക് സാങ്ഷൻസ് ഏർപ്പെടുത്തിക്കില്ല. അപ്പൊ അവർ ഡോളറാക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കില്ല. അപ്പൊ ഇന്ത്യൻ റുപ്പിയിലും റഷ്യൻ റൂബിളിലും ഈ വ്യാപാരം നടക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രോസസ്സുകൾ സ്ട്രീംലൈൻ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ആവശ്യകതകളാണ്. പിന്നെ റഷ്യയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി ഇന്ത്യയിൽ ഇപ്പൊ നയര എന്ന് പറയുന്ന ഒരു പെട്രോൾ പമ്പ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും. NAYAR നയര ആക്ച്വലി റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി, റോസ്നെഫ്റ്റ് ഒരു 7-8 വർഷം മുമ്പ് ഇന്ത്യയിലെ SR ഓയിൽ എന്ന് പറയുന്ന കമ്പനിയെ ഏതാണ്ട് $22 ബില്യൺ കൊടുത്ത് വാങ്ങി. അതാണ് ഈ SR ഓയിലിനെ ആണ് ഇപ്പൊ അവർ നയരയാക്കി മാറ്റിയത്. അപ്പൊ റഷ്യ അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ആ ഒരു 7-8 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇന്ത്യയിലെ ONGC ഉൾപ്പെടുന്ന കമ്പനികൾ റഷ്യയിലെ ഓയിൽ ഫീൽഡുകൾ വാങ്ങി ഒരു $15 ബില്യൺ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നടക്കണം ഇന്ത്യക്ക് റഷ്യക്ക് ഇടയിൽ. അപ്പൊ ഇതെല്ലാം നമ്മളെ രാജ്യങ്ങൾ, അല്ലാതെ ഈ അമേരിക്കൻ നമ്പിക്കൊണ്ടിരുന്ന നമ്മൾ അവസാനം ഒന്നുമില്ലാത്തവരായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. പിന്നെ വേറെ അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയാനുള്ളത്,
നമുക്ക് ഈ സെൻട്രൽ ഏഷ്യ അല്ലെങ്കിൽ യൂറേഷ്യൻ റീജിയനിലേക്കുള്ള ഒരു ആക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇറാനിലെ ചബഹാർ പോർട്ടാണ്. ഇറാനിലെ ചബഹാർ പോർട്ട് അതുവഴിയാണ് നമ്മൾ ഈ റഷ്യൻ മേഖലയിലുള്ള രാജ്യങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ട്രംപ് അധികാരത്തിൽ വന്ന ഒരു കാര്യം ഉറപ്പാണ്, ഇറാന് അവർ പൂട്ടും, അല്ലെങ്കിൽ പൂട്ടാൻ ശ്രമിക്കും. കാര്യം ട്രംപ് ഭയങ്കര ഇറാൻ വിരോധിയും ഇസ്രായേൽ സപ്പോർട്ടറുമാണ്. അപ്പൊ ഇപ്പോഴത്തെ ബൈഡനെ പോലെ ആയിരിക്കും ഇറാൻ പോളിസി ട്രംപിന്റെ. ഹി വിൽ ട്രൈ ടു എന്താ പറയുക, റെസ്ട്രിക്ട് ഇറാൻസ് ഓൾ കൈൻഡ്സ് ഓഫ് ആക്സസ് ടു ഇന്റർനാഷണൽ കൺട്രീസ്. അപ്പോൾ നമുക്ക് ഇന്ത്യക്കൊക്കെ ചിലപ്പോൾ ചബഹാർ പോർട്ട് ആക്സസ് ചെയ്യുന്നതിലൊക്കെ സാങ്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റഷ്യയിലേക്ക് പോകാൻ ഈ INSTC വേറെ റൂട്ടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. INSTC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ആണ്. അപ്പൊ അതിന്റെ ഒരു പാർട്ടാണ് ഈ ചബഹാർ പോർട്ട്. നമുക്ക് റഷ്യയിലോട്ടൊക്കെ പോകാനുള്ള ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. ചബഹാർ പോർട്ട് അതിന്റെ ഒരു മെയിൻ ആണിക്കല്ലാണ്. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരാം ട്രംപ് അധികാരത്തിൽ വന്ന. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും, റഷ്യക്ക് ഈ ആർട്ടിക് സീയിലൊക്കെ വേറെ ചില കണക്ടിവിറ്റി സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് റഷ്യ ആക്സസ് ചെയ്യേണ്ടി വരും. നോർത്ത് സീയിൽ ഒരുപാട് ആർട്ടിക് റീജിയനിലെ കുറെ ട്രേഡ് റൂട്ടുകളുണ്ട് റഷ്യക്ക്. അപ്പൊ റഷ്യയുടെ അനുവാദത്തോടു കൂടി നമുക്ക് അതൊക്കെ ആക്സസ് ചെയ്യേണ്ടി വരും ഈ ചബഹാർ പോർട്ടിന് പകരം. അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടാണ് നമ്മളിത് പോകുന്നത്. ഇതൊന്നും അപ്പം അമേരിക്ക അല്ല നമ്മളുടെ ഈ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇന്ത്യ ഈസ് എ സോവറൻ കൺട്രി. ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ ഡിസിഷൻസ്, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രിഫറൻസസ് ഇൻ അവർ ഇന്റർനാഷണൽ റിലേഷൻഷിപ്സ്. അത് ചൈന അല്ല, റഷ്യ USA എന്ന് പറഞ്ഞ രാജ്യമോ അല്ലെങ്കിൽ വേറെ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ ആരും അല്ല ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത്. ഇന്ത്യ ഈസ് ഹാവിങ് ആൻ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ. അതിലെ ഫുൾ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ദ കർണാടക ബിൽ ഈസ് എ സിംപ്റ്റം ഓഫ് എ ലാർജർ പ്രോബ്ലം എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, കർണാടകത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ച ദ കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് 2024. ദ കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ബിൽ 2024. എന്താണ് അതിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം. മാനേജീരിയൽ പൊസിഷൻസിൽ പ്രൈവറ്റ് ജോബിൽ 50% റിസർവേഷൻ ഫോർ കന്നഡിഗാസ്. നോൺ മാനേജറിയൽ പൊസിഷൻ ആണെങ്കിൽ 70% റിസർവേഷൻ ഫോർ കന്നഡിഗാസ്. കന്നഡിഗാസ് ആണെങ്കിൽ കന്നഡ അറിഞ്ഞിരിക്കണം എഴുതാനും വായിക്കാനും. അപ്പോൾ അങ്ങനെ ഇതാണ്. അപ്പൊ ഇത് ഇൻഡസ്ട്രീസിന്റെ ഒക്കെ എതിർപ്പ് കൊണ്ട് ഇപ്പൊ അത് അവർ തൽക്കാലം ഫ്രീസ് ചെയ്തു. നടപ്പാക്കൂലെന്ന് പറഞ്ഞില്ല, തൽക്കാലം ഫ്രീസ് ചെയ്തു. പക്ഷെ ഇതിൽ ഇവർ പറയുന്നത്, ഈ ആർട്ടിക്കിളിൽ ഇത് എഴുതിയ ലേഡി പറയുന്നത്, രുചി ഗുപ്ത എന്ന് പറഞ്ഞ ലേഡി അവർ എഴുതിയേക്കുന്നത് ഈ പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും, ഇപ്പൊ കേരളം ഉൾപ്പെടെ അതിനൊരു ഉദാഹരണമാണ്, അവിടെ അഡ്വക്കേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ കർണാടക അല്ലെങ്കിൽ ഗുജറാത്ത് അല്ലെങ്കിൽ മഹാരാഷ്ട്ര അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിലേക്ക് ജോലിക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ബീഹാറികളും ബംഗാളികളും എല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. കേരളത്തിലും ഇൻഡസ്ട്രിയൽ ജോബ് കുറവാണ്, കേരളത്തിൽ അല്ലാത്ത ജോബുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ റെസ്പോൺസിബിൾ ആക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻഎഫിഷ്യൻസി ഓഫ് ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ദാറ്റ്സ് വൈ the state is not able to create adequate jobs, and that's why the migration of these people are happening to other states. That അത് അവിടെ ഒരു എന്താ പറയുന്നത്, ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. അത് അങ്ങനെ ഒരു ലോക്കലൈറ്റ്സും ഈ മൈഗ്രൻസും തമ്മിലുള്ള റിസെന്റ്മെന്റിന് കാരണമാകുന്നു. എസ്പെഷ്യലി ഈ എംപ്ലോയേഴ്സ് എപ്പോഴും ഈ മൈഗ്രൻസിനെ ജോലിക്ക് പ്രിഫർ ചെയ്യുള്ളൂ. ബിക്കോസ് ദേ വോണ്ട് ക്രിയേറ്റ് യൂണിയൻസ് വെരി ഫസ്റ്റ്, ബിക്കോസ് ദേ ആർ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ബട്ട് ദ ലോക്കൽ പീപ്പിൾ ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ദേ ആർ ഹാവിംഗ് ground level support in those states, so definitely they will create unions and create problems for the employer. അപ്പോൾ അതുകൊണ്ട് അവർ മൈഗ്രൻസിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ എപ്പോഴും എംപ്ലോയർ മൈഗ്രൻസിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അവരൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും പറ്റും മൈഗ്രൻസ്. അതൊരു ഫാക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇതിൽ അക്സെപ്റ്റ് ചെയ്യാത്ത ഇവരുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇവർ പറയുന്നത് സ്റ്റേറ്റുകളെ ഇതിനെ റെസ്പോൺസിബിൾ ആക്കണം, അവിടുത്തെ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത സ്റ്റേറ്റുകളുടെ ഇൻഎഫിഷ്യൻസി കൊണ്ട് മാത്രമാണെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. സ്റ്റേറ്റുകളുടെ ഇൻഎഫിഷ്യൻസി കൊണ്ടും ആവാം. ഇപ്പൊ ബീഹാർ പോലുള്ള സ്റ്റേറ്റുകളിൽ ഡീപ്പ് റൂട്ടഡ് കറപ്ഷൻ ഉണ്ട്, ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്. അതൊക്കെ അവിടുത്തെ ലാക്ക് ഓഫ് ജോബ് ജനറേഷനിലേക്ക് കാരണമാകുന്നുണ്ട്. പക്ഷേ ജാർഖണ്ഡിലും ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ഈ കറപ്ഷൻ മാത്രമല്ല പ്രോബ്ലം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ന്യൂസ് ഉണ്ട്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ
അത് ഞാൻ അതിലേക്ക് പോകുമ്പോൾ പറയായിരുന്നതാണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഒരു 9 ജഡ്ജ് ബെഞ്ചിന്റെ വിധി വന്നിട്ടുണ്ടല്ലോ, 9 ജഡ്ജ് ബെഞ്ചിന്റെ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചായിരുന്നു 9 ജഡ്ജ് ബെഞ്ച്. അതിന്റെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 1957 ഇന്ത്യയുടെ ഒരു മിനറൽസ് ആക്ട് ഉണ്ട്. അതിന്റെ എക്സാക്ട് പേരൊക്കെ അതിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. 1957 വന്നാണ് നെഹ്റുവിന്റെ പീരീഡിൽ. ആ ആക്ട് ഉപയോഗിച്ച് സ്റ്റേറ്റുകൾക്ക് അവരുടെ മിനറൽ റിസോഴ്സസ് എന്നുള്ള വരുമാനം ടാക്സ് ചെയ്യുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റുകൾക്ക്. മനസ്സിലായോ? അപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ള സ്റ്റേറ്റുകൾ ഒഡീഷയും ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒക്കെ. പക്ഷേ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൂറസ്റ്റ് സ്റ്റേറ്റുകൾക്കൊപ്പമാണ്. ഇത്രയും റിസോഴ്സസ് ഉണ്ടായിരുന്നവർക്ക്. അങ്ങനെ റിസോഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ അവരാണ് ഇന്ത്യയിലെ റിച്ചസ്റ്റ് സ്റ്റേറ്റുകളായിട്ട് നിൽക്കേണ്ടത്. അപ്പൊ ഈവൻ ഇഫ് ദർ ഈസ് നോ കറപ്ഷൻ, ദേ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ദ റിസോഴ്സസ് അവൈലബിൾ ടു ദം. ബിക്കോസ് ഈ ഒരു നിയമം വഴി ഇതൊക്കെ നാഷണൽ റിസോഴ്സസ് ആക്കി മാറ്റി. കോള് ഇങ്ങനെയൊക്കെയുള്ള സംഭവം. അപ്പൊ ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഗുണം അതായത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കിട്ടുന്നില്ല. ഹിസ്റ്റോറിക്കലി അവർക്ക് മറ്റ് റിസോഴ്സസ് അങ്ങനെ ചിലപ്പോൾ ഇല്ലാത്ത സ്റ്റേറ്റുകളായിരിക്കും. സോ വാട്ട് ദേ വിൽ ഡു ഫോർ ദെയർ റിസോഴ്സസ്? സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് ആ ജോബ് അവർക്ക് അഡിക്വേറ്റ് ഉള്ള ജോബ് ജനറേറ്റ് ചെയ്യുന്നില്ല. അവിടെ പെർ ക്യാപിറ്റ ഇൻകം കുറവാണ്, അവിടെ ദാരിദ്ര്യമാണ്. എന്ത് ചെയ്യണം? അവർ മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്റ്റേറ്റിൽ അവർ ജോബിന് വേണ്ടി പോകത്തില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ ഇത്ര ഒരു സ്റ്റേറ്റിൽ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ വാൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏത് രീതിയിലായാലും ഇൻഡയറക്ട്ലി ആയിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പോലും ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല. മനസ്സിലായി? അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇന്ത്യ ഈസ് ദ ക്രിയേറ്റിംഗ് ദ ബിഗ്ഗസ്റ്റ് മൈഗ്രന്റ് ഫോഴ്സ് ടു അതർ കൺട്രീസ്. ഇപ്പൊ അമേരിക്കയ്ക്കൊക്കെ തലവേദന സൃഷ്ടിക്കുന്ന രീതിയിൽ ഇന്ത്യയിലുള്ള ആൾക്കാർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്കും കാനഡയിലോട്ടും ഒക്കെ. അപ്പൊ നമ്മളിവിടുത്തെ ഡെവലപ്ഡ് സ്റ്റേറ്റുകൾ പൂർ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അമേരിക്ക എന്തിനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം? അവർ നമ്മൾ എന്തിനും കുറ്റം പറയാൻ? ട്രംപ് ആന്റി ഇമിഗ്രേഷൻ പോളിസീസ് ആണ് നടപ്പാക്കുന്നത്, നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ ഇൻഡയറക്ട്ലി പോലും അത്തരത്തിലുള്ളൊരു പരാമർശം ഉണ്ടാകാൻ പാടില്ല, ചിലപ്പോൾ ഇവർ പറയുന്ന ഫാക്ട് ആണെങ്കിൽ പോലും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്കത് ഈ ആർട്ടിക്കിളിലെ ചില പോയിന്റ്സിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. സ്റ്റിൽ നിങ്ങളത് വായിച്ചു. അപ്പോ ഇനി ഈസ് ദ മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ ഡ്രാക്കോണിയൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ഇത് ഞാൻ മുമ്പൊരിക്കൽ ഹിന്ദുവിൽ എഡിറ്റോറിയലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇതൊരു ആർട്ടിക്കിൾ അല്ല, യഥാർത്ഥത്തിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ്. 2 എക്സ്പെർട്ടുകളുമായിട്ട് ഹിന്ദുവിന്റെ ഒരു കറസ്പോണ്ടന്റ് നടത്തിയിരിക്കുന്ന സംഭാഷണമാണ്. അതായത് മഹാരാഷ്ട്രയിലെ BJP ഗവൺമെന്റ് അല്ലെങ്കിൽ BJP ലെഡ് ആയിട്ടുള്ള ഗവൺമെന്റ് മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ 2024 എന്നൊരു ബില്ല് കൊണ്ടുവന്നിട്ട് അവിടുത്തെ അർബൻ നക്സലുകൾ എന്നറിയപ്പെടുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ യഥാർത്ഥ അർബൻ നക്സൽ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അതിനെ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഓൾറെഡി തന്നെ മഹാരാഷ്ട്രയിൽ UAPA, അത് ഇന്ത്യ മുഴുവനുള്ള അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, UAPA, അതുപോലെ MCOCA എന്നുള്ളത് മഹാരാഷ്ട്രയിൽ മാത്രം നിലവിലുള്ള ഒരു നിയമമുണ്ട്. MCOCA എന്നുള്ളത് മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ, അതിലെ പല പ്രൊവിഷൻസും വളരെ ഡ്രാക്കോണിയൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിവിൽ സൊസൈറ്റിയെ ഗവൺമെന്റിന് അഗേൻസ്റ്റ് ആയിട്ട് അവരുടെ വോയിസസ് റേസ് ചെയ്യുന്നത് തടയാനുള്ള ഒരു സംഭവമായിട്ടാണ് ഈ മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ 2024 കൊണ്ടുവന്നേക്കുന്ന എന്നുള്ള രീതിയിലാണ് ഈ 2 എക്സ്പെർട്ടുകളും സംസാരിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ട് ആണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, മിനറൽസ്. അപ്പം അതൊക്കെ ഇപ്പൊ സ്റ്റേറ്റിന്റെ റിസോഴ്സസ് അല്ല പലപ്പോഴും. അതിനൊരു എക്സാമ്പിൾ അതായത് ഇവിടെ ഇന്ത്യസ് ഇല്ലീഗൽ കോൾ മൈനിങ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആക്ച്വലി ഇന്ത്യസ് ഇല്ലീഗൽ കോൾ മൈനിങ് പ്രോബ്ലം എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം ഇന്ത്യയിൽ റെക്കറിംഗ് ആയിട്ട് ഇല്ലീഗൽ മൈനിങ് നടക്കുന്ന മൈനുകളിൽ ആക്സിഡന്റ് ഉണ്ടാവുകയും വളരെ പുവറായിട്ടുള്ള അവിടുത്തെ ലേബേഴ്സ് ഈ ആക്സിഡന്റ്സിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ ഇല്ലീഗൽ മൈനിങ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പൊളിറ്റീഷ്യൻസിന്റെയും കൂടെ സപ്പോർട്ടോട് കൂടിയാണ്. അപ്പം ഈ ഇല്ലീഗൽ മൈനിങ്ങിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് അത് ഇല്ലീഗൽ ആയതുകൊണ്ട് ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യപ്പെടാൻ പറ്റാത്തത് കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി ഗിയേഴ്സോ മാസ്കുകളോ ഒന്നും പ്രൊവൈഡ് ചെയ്യാതെയാണ് ഇവര് ഇതിൽ എൻഗേജ് ചെയ്യുന്നത്. പലപ്പോഴും ഈ മൈനുകളിൽ വിഷവാതകങ്ങൾ ഉണ്ടാവും. ഈ വിഷവാതകം ശ്വസിച്ചിട്ട് ഗുജറാത്തിൽ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് 2-3 പേര് മരിച്ചുപോയി ഈ ഇല്ലീഗൽ മൈനിങ്ങിൽ ഏർപ്പെട്ടിരുന്ന. ജാർഖണ്ഡിൽ ഈ ഇടയ്ക്ക് മരിച്ചു. അതുപോലെ മഹാരാഷ്ട്രയിലോ വെസ്റ്റ് ബംഗാളിലോ ഒക്കെ റീസെന്റ് ആയിട്ട് മരണങ്ങൾ നടന്നു. അപ്പോ ഇത് ആക്ച്വലി ഇത് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആണ്.
ഇല്ലീഗൽ മൈനിങ് എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയതുകൊണ്ട് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ബിക്കോസ് ലോ ആൻഡ് ഓർഡർ ഈസ് ദ സ്റ്റേറ്റ് സബ്ജക്ട്. അതുകൊണ്ടല്ലേ സ്റ്റേറ്റുകളിൽ ഹോം മിനിസ്റ്റർ ഒക്കെ ഉള്ളത്. അപ്പൊ സ്റ്റേറ്റിന്റെ ഫെയിലിയർ ആണ് ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഇത് പറയുന്നുണ്ട്. ഒപ്പം ഞാൻ അതിൽ നോട്ട് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കോളിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, മറ്റ് മിനറൽസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ കോൾ മൈനിങ് എന്ന് പറയുന്നത് നാഷണലൈസ് ചെയ്ത് വെച്ചേക്കാണ്. കോൾ ഇൻ ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഇൻ 2 phases. ഫസ്റ്റ് വിത്ത് കോക്കിംഗ് കോൾ. കോക്കിംഗ് കോൾ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഗ്രേഡ് ഓഫ് കോളിനാണ് കോക്ക് എന്ന് പറയുന്നത്, COKE. അല്ലാതെ നമ്മൾ കുടിക്കുന്ന കൊക്കോകോള അല്ല, കോക്കിംഗ് കോൾ. അത് 1971-72 അതിന്റെ പ്രൊഡക്ഷനെ നാഷണലൈസ് ചെയ്തു. എന്നിട്ട് 73 നോൺ കോക്കിംഗ് കോൾ, അതായത് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാതെ മറ്റ് തെർമൽ പവർ പ്ലാന്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന കോള്, അങ്ങനെ മറ്റ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന കോൾ, അത് എല്ലാത്തിനും നാഷണലൈസ് ചെയ്തു. അപ്പൊ അതിനുവേണ്ടി ആക്ട് കൊണ്ട് കോൾ മൈൻസ് നാഷണലൈസേഷൻ ആക്ട് 1973. ദ കോൾ മൈൻസ് നാഷണലൈസേഷൻ ആക്ട് 1973. അപ്പൊ കോൾ മൈനിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അണ്ടർ ദ പർവ്യൂ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബിക്കോസ് ഇറ്റ് ഈസ് നാഷണലൈസ്ഡ്. കോൾ ഈസ് എ നാഷണൽ റിസോഴ്സ് ലൈക്ക് ടെലികോം സ്പെക്ട്രം. ടെലികോം സ്പെക്ട്രം കേരള ഗവൺമെന്റ് എടുത്ത് ലേലം ചെയ്യാൻ പറ്റുമോ? തമിഴ്നാട് ഗവൺമെന്റ് എടുത്ത് ലേലം ചെയ്യാൻ പറ്റൂല. അതെല്ലാം നാഷണൽ റിസോഴ്സ് ആണ്. അതുപോലെ നാഷണൽ റിസോഴ്സ് ആക്കി വെച്ചേക്കാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മിനറൽസ് റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ, ഇപ്പോൾ കോള് പോലെ മിനറൽ റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ, ഈ കോളൊക്കെ ഈ പറഞ്ഞ ഒഡീഷയിലും ജാർഖണ്ഡിലും ഇഷ്ടം പോലെ ഉണ്ട്. മിനറൽ റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ മിക്കവാറും എല്ലാ സംഭവത്തിൽ പോലെ നാഷണൽ റിസോഴ്സ് ആക്കി മാറ്റി വെച്ചേക്കാം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് ആ സ്റ്റേറ്റ് കിട്ടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അവിടുത്തെ ആൾക്കാർ തൊഴിൽ തേടി മറ്റിടത്തേക്ക് പോകുന്നവർ കുറ്റം പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ ഇല്ലീഗൽ കോൾ മൈനിങ് മെയിൻലി ഉണ്ടാകുന്ന പോവർട്ടി, ഈ കോൾ മൈനുകളോട് അടുത്ത് വളരെ പൂർ ആയിട്ടുള്ള ആൾക്കാർ കാണും. അവരതുകൊണ്ട് ഇതിൽ ലേബേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട്. ഒരു നാഷണൽ റിസോഴ്സ് ആയതുകൊണ്ട് പിന്നീട് നേഷന്റെ അണ്ടറിലാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ പോലീസ് സംവിധാനത്തിന്റെ പ്രോബ്ലം ഉണ്ട്, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ട്. ഈ ഇല്ലീഗൽ മൈനിങ് പലയിടത്തും കണ്ണടച്ചു കൊടുത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഡെത്തുകൾ, അതൊക്കെ ഇത് പറയാനുള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, വാട്ട് ഈസ് ബിഹൈൻഡ് റുവാണ്ട സിലക്ഷൻ ഔട്ട്കം എന്ന് പറഞ്ഞ മറ്റൊരു ഇതുണ്ട്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. റുവാണ്ട ഈസ് ഇൻസിഗ്നിഫിക്കന്റ്. പക്ഷേ ഇൻസിഗ്നിഫിക്കന്റ് എന്ന് ഞാൻ പറയാം, ഇപ്പൊ റഷ്യ ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻ പോലെ റുവാണ്ട ഇന്ത്യ റിലേഷൻ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റുവാണ്ട ആഫ്രിക്കയിലെ പക്ഷെ അവിടെ ഒരു അതോറിറ്റേറിയൻ ഗവൺമെന്റാണ്, മിലിറ്ററി റൂളൊന്നും അല്ല. പക്ഷെ ആഫ്രിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെന്റ് ഇപ്പം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡൗൺ സ്ലൈഡിങ്ങിന്റെ ഒരു ഫേസിലാണ്. അവിടെ മിക്കവാറുള്ള എല്ലാ ഗവൺമെന്റുകളും, ആഫ്രിക്ക, സെനഗൽ പോലുള്ള 1-2 രാജ്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക, അവിടെയൊക്കെയാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഡെമോക്രാറ്റിക് ഇലക്ഷൻ എന്ന് പറയുന്നെങ്കിൽ അവിടെ ഭരിക്കുന്നവൻ വീണ്ടും ജയിച്ച് വരാൻ വേണ്ടിയുള്ള സംവിധാനം, ഒപ്പോസിഷനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള അതോറിറ്റേറിയൻ റൂളാണ്. അതാണ് ഇവിടെ റുവാണ്ടയിൽ എക്കണോമിക് ഡെവലപ്മെന്റിനൊക്കെ ഭയങ്കര കാരണമായിട്ടുള്ള ഒരാളോട് ഭരിക്കുന്നത്. നല്ല ഭരണമൊക്കെയാണ്, പക്ഷെ അവിടെ ഒപ്പോസിഷനെ വളരാൻ സമ്മതിക്കത്തില്ല. പോൾ കഗാമെ, KAGAME, അങ്ങനെ വീണ്ടും ജയിച്ചത് എങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. 99% വോട്ട് വരെ. ഒപ്പോസിഷൻ എല്ലാം കൂടെ 1% കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എത്ര തേനും പാലും ഒരു രാജ്യത്ത് ഒഴിക്കിയാലും 99% വോട്ട് ഒരിക്കലും വിൻ ചെയ്യാൻ പറ്റൂല. അതിൽ തന്നെ മനസ്സിലാവും ആ പോൾ റിഗ്ഡ് ആണെന്ന്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത പേജുകളിലൊക്കെ പോകുമ്പോൾ ഇന്റർനാഷണൽ റിലേഷനെ കുറിച്ചൊക്കെ ഉള്ള ന്യൂസുകൾ. ജയശങ്കർ പുഷസ് ഫോർ അർജൻസി ഇൻ റിസോൾവിംഗ് സ്റ്റാൻഡ് ഓഫ് അറ്റ് LAC. അപ്പൊ ജയശങ്കറും ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററായ വാങ് യിയും തമ്മിൽ കഴിഞ്ഞ 1 മാസത്തിനകത്ത് വെച്ച് 2ാമത്തെ മീറ്റിംഗ് ആണ്. ഓൾറെഡി അവർ തങ്ങൾ SCOയിൽ മീറ്റ് ചെയ്തായിരുന്നു, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് കസാക്കിസ്ഥാനിലെ അസ്താനിൽ നടന്നപ്പം. ഇന്നലെ അവര് ലാവോസ് എന്ന് പറഞ്ഞ രാജ്യത്ത് വെച്ച് ആസിയാൻ മീറ്റിംഗിൽ പങ്കെടുക്കാനാ പോയത്. ലാവോസ് എന്ന് പറഞ്ഞ രാജ്യത്ത് വെച്ച് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ. അത് 10 രാജ്യങ്ങളുള്ള ഒരു സംഘടനയാണ്. അതിൽ പങ്കെടുക്കാൻ ജയശങ്കർ അവിടെ പോയപ്പോ ഇന്നലെ വീണ്ടും ഇങ്ങനെ കണ്ടു. ആരാണ്? വാങ്ങിയ. അതുപോലെ ഇനിയിപ്പോ ജപ്പാനിൽ വെച്ച് ക്വാഡ് ഫോറിൻ മിനിസ്റ്റർ, ക്വാഡ് ഞാൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട്, ആ ക്വാഡിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട് എവിടെ വെച്ച്? ജപ്പാനിൽ വെച്ച്. അതിലും വാങ്ങിയ കാണും. അവിടെയൊക്കെ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, യു റെസ്പെക്ട് LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അപ്പോൾ അത് ഇന്ത്യക്കും ചൈനയ്ക്കിടയിലുള്ള ബൗണ്ടറിയാണ്, പക്ഷെ ചൈന അത് റെസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ട്രാൻസ്ഗ്രഷൻസ് നടക്കുന്നത്. അപ്പം ആ LAC റെസ്പെക്ട് ചെയ്തിട്ട് ഈ ട്രാൻസ്ഗ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ എല്ലാം ഡിസെൻഗേജ്മെന്റ്, അതാണ് ഇന്ത്യയുടെ ജയശങ്കർ അവരോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് FDI, നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇപ്പൊ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അലൗഡ് അല്ല ഈ പ്രോബ്ലംസിനൊക്കെ ശേഷം. പക്ഷെ ഇപ്പോഴത്തെ ബഡ്ജറ്റില് മുമ്പ് വന്ന എക്കണോമിക് സർവേയുടെ ഒരു ഇൻഡിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കുറച്ച് FDI ചൈനയിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോയാൽ. അപ്പൊ അതിൽ ചൈനക്കാർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതിന്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നത്. ഇന്ത്യയുടെ CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരെന്ന് അറിഞ്ഞിരിക്കാം? അനിൽ ചൗഹാൻ, CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യയുടെ ആർമിയെയും എയർഫോഴ്സിനെയും നേവിയെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പം
ഇന്ത്യ റിജക്ട്സ് US ക്രിറ്റിസിസം ഓഫ് മോഡീസ് റഷ്യ വിസിറ്റ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 10 മിനിറ്റോളം എടുത്ത് ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പിനെ ഞാൻ ഇപ്പൊ പറ്റി പറഞ്ഞതേ ഉള്ളൂ. US ഇന്നലെയും മോഡിയുടെ വിസിറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തു, പക്ഷെ ഇന്ത്യ പറഞ്ഞ് പോയി പണി നോക്കാൻ പറഞ്ഞു. അതാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഓം ബിർള ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ, മെയിൻറ്റെയിൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞൊക്കെ പാർലമെന്റിന്റെ അകത്ത്. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണെന്ന് പഠിച്ചു വെച്ചാൽ കിരൺ റിജ്ജു ആണ്. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കിരൺ റിജ്ജു. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കിരൺ റിജ്ജു. കോൺഗ്രസ് ടു ലോഞ്ച് ക്യാമ്പയിൻ ഫോർ ഇംപ്ലിമെന്റിംഗ് വിമൻസ് കോട്ട. വിമൻസ് കോട്ട ഓൾറെഡി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് വരുത്തി. 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നൊരു സംഭവം പാസ്സാക്കി. പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും 33% റിസർവേഷൻ ആക്കി. പക്ഷേ ഇതുവരെയ്ക്കും നടപ്പായിട്ടില്ല. അതിന്റെ കാര്യം ഞാൻ നിങ്ങളുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡീലിമിറ്റേഷൻ, സെൻസസ് ആദ്യം നടത്തണം. അതിനുശേഷം പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ എണ്ണം ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ പുനർനിർണയം ചെയ്യണം. അതിനാണ് ഡീലിമിറ്റേഷൻ നടന്നത്. അതിനുശേഷം ഇത് ഈ റിസർവേഷൻ വരുള്ളൂ. അപ്പൊ അത് 2029 വരുള്ളൂ. ഓക്കെ. പിന്നെ TK കുര്യൻ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, അദ്ദേഹം മരിച്ചുപോയി. ഇന്ത്യയുടെ പ്രോമിനന്റ് ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. CT കുര്യൻ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ശേഖർ കപൂർ അപ്പോയിന്റഡ് IFFI ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടർ. ശേഖർ കപൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബാൻഡിറ്റ്, ക്യൂൻ, എലിസബത്ത്, ഇങ്ങനെയൊക്കെയുള്ള വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള മൂവീസ് എടുത്തുള്ള ഇന്ത്യൻ സംവിധായകനാണ് ശേഖർ കപൂർ. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഉടനെ സ്റ്റാർട്ട് ചെയ്യും ഗോവയിലെ പനാജിയിൽ വെച്ച്. ഗോവയിലെ പനാജി ഇസ് ദ പെർമനന്റ് വെന്യൂ ഓഫ് IFFI. അതിന്റെ ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന് ശേഖർ കപൂറിനെ തിരഞ്ഞെടുത്തു. പിന്നെ ഇവിടെ പാർലമെന്റിൽ രാഷ്ട്രപതി ഭവന്റെ 2 ഹാൾസിന്റെ പേര് റീനെയിം ചെയ്തു. അതിന്റെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ദർബാർ ഹാൾ എന്ന് പറഞ്ഞൊരു സംഭവം രാഷ്ട്രപതി ഭവൻ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഗണതന്ത്ര മണ്ഡപ് എന്നാക്കി. ദർബാർ ഹാൾ, DURBAR, ദർബാർ ഹാളിന്റെ പേര് എന്താക്കി? ഗണതന്ത്ര എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് എന്നാണ്. ഗണതന്ത്ര മണ്ഡപ്. ഇനി അശോക് ഹാൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ പേര് അശോക് ഹാൾ എന്നുള്ള മാറ്റി അശോക് മണ്ഡപ് എന്നാക്കി. അശോക് മണ്ഡപ് എന്ന് അറിഞ്ഞിരിക്കുക ജസ്റ്റ്. ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് ഈ ബഡ്ജറ്റിലെ എംപ്ലോയ്മെന്റ് ജനറേഷനെ കൊടുത്ത ഫോക്കസിനെ കുറിച്ചാണ്. പക്ഷെ ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി ആരും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് TV സോമനാഥൻ ആണ്. TV സോമനാഥൻ. ഫിനാൻസ് സെക്രട്ടറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഇന്ത്യ ഇറക്കുന്ന കറൻസീസിൽ ₹1 കറൻസി ഒഴിച്ച് ബാക്കി എല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇറക്കുന്നത്. ₹1 കറൻസി മാത്രം ഫിനാൻസ് മിനിസ്ട്രിയാണ് ഇറക്കുന്നത്. ₹1 കറൻസി ഒഴിച്ച് ബാക്കി എല്ലാ കറൻസീസിലും RBI ഗവർണറാണ് സൈൻ ചെയ്യുന്നത്. ₹1 കറൻസിൽ മാത്രം ഈ മനുഷ്യനാണ് സൈൻ ചെയ്യുന്നത്. Who is occupying the position of finance secretary, he will be the person entitled to sign in ₹1 currency in ₹1 currency. അത് ഇപ്പൊ TV സോമനാഥനാണ്. പിന്നെ അവിടെ എന്താ പറയാൻ, പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ല. ബാക്കിയെല്ലാം ഓരോരോ കമ്പനികളെ കുറിച്ചാണ്. അപ്പോളോ, ഹിൻഡാൽകോ, അശോക് ലേലൻഡ്, ഇതിനൊക്കെ പോലുള്ള കമ്പനി. അത് നമുക്ക് വേണ്ട. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്റർനാഷണൽ പേജിൽ ഞാൻ പറഞ്ഞത് ഇതാണ്. In US, Netanyahu calls for global alliance against Iran. ഇറാനാണ് ഇസ്രായേലിന് ഏറ്റവും വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. ഇറാൻ ഈസ് നോട്ട് ഡയറക്ട്ലി അറ്റാക്കിംഗ് ഇസ്രായേൽ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറാൻ ഈസ് സപ്പോർട്ടിംഗ് ഷിയ മിലിഷ്യ ഓർഗനൈസേഷൻസ് ഡയറക്ട്ലി ടാർഗറ്റിംഗ് ഇസ്രായേൽ, ലൈക്ക് ഹൂദീസ്, ഹിസ്ബുള്ള, ഹമാസ്, etc. These all are organization creating headache for Israel, and they all are Shia Muslim militia organization. They are getting funding and arms from Iran. That is an open secret. അപ്പൊ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ ഒരു അലയൻസ് വേണമെന്നാണ് ഈ ആര് പറഞ്ഞേക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹു ഇന്നലെ US കോൺഗ്രസിനെ അഡ്രസ് ചെയ്ത് സംസാരിച്ചു. വേറെ എവിടെ പറയാൻ, മ്യാൻമറിലെ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ ഈ ഇടയ്ക്ക് പറഞ്ഞതാണ്. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ഒളിമ്പിക്സ്, ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്ന ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാണ്ട്. ഒളിമ്പിക്സ് നമുക്ക് മെഡലൊക്കെ കിട്ടി തുടങ്ങട്ടെ, അപ്പം നമുക്കത് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒന്നുമില്ല ഇവിടെ നിന്ന് പറയാം.
ബെൽജിയൻ ഗ്രാൻഡ് പ്രിക്സ് വരാൻ പോകുന്നു. അതിൽ മാക്സ് വെർസ്റ്റാപ്പന് ഒരു ഫോട്ടോ. മാക്സ് വെർസ്റ്റാപ്പനാണ് F1 റേസിംഗിൽ ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ. അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ന്യൂസ് ഒക്കെ അവിടെയുണ്ട്. അതൊക്കെയാണ്. ഓക്കെ, ഞാൻ ഇതാ പറഞ്ഞത്. സ്റ്റേറ്റ്സ് ഹാവ് ഇന്നലെ സുപ്രീം കോടതി വന്നൊരു വിധിയാണ്. സ്റ്റേറ്റ്സ് ഹാവ് അൺലിമിറ്റഡ് റൈറ്റ് ടു ടാക്സ് മിനറൽ റിച്ച് ലാൻഡ്സ്. സുപ്രീം കോടതി, അതായത് മിനറൽ റിച്ച് ആയിട്ടുള്ള ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ പോലുള്ള സ്റ്റേറ്റുകളുടെ പെർ ക്യാപിറ്റ ഇൻകം നാഷണൽ ആവറേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ ആണ്. അവരെ കയ്യിൽ സ്വർണ്ണം ഇരിക്കുകയാണ്, സ്വർണ്ണത്തിനെക്കാളും വലിയ റിസോഴ്സ് ഇരിക്കുകയാണ്. പക്ഷെ ആ റിസോഴ്സ് കൈ വെച്ചുകൊണ്ട് അവർ പോറാണ്, പട്ടിണിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ കാരണം ഇന്ത്യയിൽ ഈ നിയമമാണ് മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957. മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957. ഇതുപയോഗിച്ച് ഈ മിനറൽ റിസോഴ്സസിനെ ടാക്സ് ചെയ്ത് ആ സ്റ്റേറ്റിന്റെ കോഫർ ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് നിഷേധിക്കുകയാണ് സ്റ്റേറ്റുകൾക്ക്. സുപ്രീം കോടതി പറഞ്ഞത് പറ്റൂല. കാര്യം അത് അവരുടെയും കൂടെ റിസോഴ്സ് ആണ്. സോ ദേ ക്യാൻ ഓൾസോ ടാക്സ് ദോസ് റിസോഴ്സസ്. ഈ വിധി വന്ന ഇപ്പോഴാണ്. നിയമം വന്ന 57, വിധി വന്ന ഇപ്പോഴും. അതൊരു 9 ജഡ്ജ് ബെഞ്ചാണ് അത് കേട്ടത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, 9 ജഡ്ജ് ബെഞ്ച് ഹെഡഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിനെ ഹെഡ് ചെയ്യുന്ന എപ്പോഴും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും. അതിൽ 9 ജഡ്ജ് ബെഞ്ചിൽ 8-1 അത് പാസ്സായത്. ഒരാൾ മാത്രം ഓപ്പോസിറ്റ്, ബാക്കി 8 ജഡ്ജിമാരും ഈ സ്റ്റേറ്റുകൾക്കുള്ള ഈ റൈറ്റിനെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഈ നിതി ആയോഗിന്റെ ഒരു മീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി. അതിനെക്കുറിച്ച് കോൺട്രവേഴ്സി നമ്മൾ അറിയേണ്ട. നിതി ആയോഗ് അറിയാലോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന ഇന്ത്യയുടെ പുതിയ സംവിധാനം നിതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ചെയർമാൻ ഓഫ് നിതി ആയോഗ് ഈസ് പ്രൈം മിനിസ്റ്റർ. വൈസ് ചെയർമാൻ ഈസ് സുമൻ ബെറി അതെ, സുമൻ ബെറി ആണ് വൈസ് ചെയർമാൻ ഓഫ് നിതി ആയോഗ്. വൈസ് ചെയർമാൻ ഓഫ് നിതി ആയോഗ്. ഓക്കെ, പിന്നെ അതിനടുത്ത പേജ്, ഇനിയുള്ള പേജുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് വെറുതെ ഇത് എടുത്തിട്ടേ ഉള്ളൂ. ഒരു പേജ് നമുക്കൊന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ല. മോഹൻ മജി ആരാണ്? ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ. മോഹൻ മജി, ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നെ ആന്റി ഡിഫെക്ഷൻ ലോ, അതൊന്ന് പറഞ്ഞോട്ടെ. ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാല് 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആന്റി ഡിഫെക്ഷൻ ലോ, അതായത് കൂറുമാറ്റം. MLA ആയിട്ടും MP ആയിട്ടും ഒരു പാർട്ടിയുടെ പേരിൽ ഇലക്ട് ചെയ്യപ്പെട്ടിട്ട് ക്യാഷിന്റെയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെയോ അലൂർമെന്റിൽ അവര് മറ്റൊരു പാർട്ടിയിലേക്ക് ഡിഫെക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയെ കൊണ്ടുവന്ന സംഭവമാണ് ആന്റി ഡിഫെക്ഷൻ ലോ. അത് 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് നോട്ട്സ് എഴുതുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. വി വിൽ മീറ്റ് ഓൺസ് അഗൈൻ ടുമോറോ. ഓക്കെ.